നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ ചാലക്കുടിയിൽ ഫെഡറൽ ബാങ്കിൽ നടന്ന കവർച്ചയ്ക്ക് സമാനമായി ബീഹാറിലും കവർച്ച. വൈശാലി ജില്ലയിലെ ഹാജിപൂർ പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിലാണ് കവർച്ച നടന്നത്. മാസ്ക് ധരിച്ച് ചെറിയ കൈത്തോക്കുമായി വന്ന 2 കൗമാരക്കാരാണ് കവർച്ച നടത്തിയത്. വെറും 90 സെക്കൻഡിനുള്ളിൽ 1.5 ലക്ഷം രൂപ കവർന്ന ശേഷം സംഘം ബാങ്ക് ജീവനക്കാരെയും ഉപഭോക്താക്കളെയും പൂട്ടിയിട്ട ശേഷം കടന്നു കളഞ്ഞുവെന്നാണ് പോലീസ് പറയുന്നത്. ബാങ്കിൽ മോഷണം നടത്തുന്ന മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കൊള്ളക്കാരിൽ ഒരാൾ ബാങ്കിൽ ഉണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഉപഭോക്താക്കളെ തോക്കിന് മുന്നിൽ നിർത്തി ഭീഷണിപ്പെടുത്തുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഈ സമയം രണ്ടാമൻ പണം കവരുകയായിരുന്നു. 17-18 വയസ്സ് തോന്നിക്കുന്ന 2 കവർച്ചക്കാർ ആയുധങ്ങളുമായി ബാങ്കിൽ കയറി. ബാങ്കിൽ നിന്ന് 1.5 ലക്ഷം രൂപയാണ് കട്ടെടുത്തത്. പ്രതികളുടെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരെയും ഉപഭോക്താക്കളെയും പൂട്ടിയിട്ട ശേഷം കൊള്ളയടിക്കാൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സുരഭി സുമനാണ് ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസമാണ് ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ 15 ലക്ഷം രൂപ റിജോ ആന്റണി എന്നയാൾ കവർന്നത്. സംഭവത്തിൽ പ്രതി റിജോ ആന്റണിയെ 37 മണിക്കൂറിനകമാണ് പോലീസ് പിടികൂടിയത്. ഫെഡറൽ ബാങ്കിൽ നട്ടുച്ചയ്ക്കെത്തിയ റിജോ കത്തി കാണിച്ച് ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ജീവനക്കാരെ വാഷ്റൂമിൽ പൂട്ടിയിടുകയുമാണ് ചെയ്തത്. 2.5 മണിക്കൂർ എടുത്തിരുന്ന റിജോയുടെ മോഷണം. ആഡംബര ജീവിതം നയിക്കുന്ന റിജോ ആന്റണി കടം വീട്ടാനാണ് മോഷണം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. 40 ലക്ഷത്തിലധികമായിരുന്നു റിജോയുടെ കടം. മോഷണത്തിന് പിന്നാലെ 2,90,000 രൂപ കടം വീട്ടുകയും ചെയ്തിരുന്നു. മോഷ്ടിച്ച പണം കൊണ്ട് മദ്യം വാങ്ങി ഭാര്യ കുവൈത്തിൽ നഴ്സായി ജോലി ചെയ്യുകയാണ്. അവധിക്ക് ഭാര്യ നാട്ടിലേക്ക് തിരിച്ചെത്താൻ ഇരിക്കെയാണ് കടം വീട്ടാനായി മോഷണം നടത്തിയത് എന്നാണ് പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. 2ാം ശ്രമത്തിലാണ് റിജോ ബാങ്കിൽ കയറി കവർച്ച നടത്തിയത്. കവർച്ച നടത്തുന്നതിന് 4 ദിവസം മുമ്പായിരുന്നു പ്രതി ആദ്യ ശ്രമം നടത്തിയത്. എന്നാൽ പോലീസ് ജീപ്പ് കണ്ടതോടുകൂടി ആ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം റിജോയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളടക്കമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. വീട്ടിലേക്ക് എത്തിയപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ സമീപവാസികളുമായി തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു ആ വീട്ടിൽ. അങ്ങോട്ടേക്ക് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിട്ടില്ല. കാരണം കുടുംബത്തിന്റെ ഒന്നടക്കമുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ആ ഒരു നീക്കം നടത്തിയത്.